ഞാനിപ്പോൾ ബഹറിന്ന് വന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആൻജിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഒരു 2.5 ലക്ഷം റുപ്യ വരും. അപ്പോൾ ഇവിടെ നമ്മുടെ കേരള ഗവൺമെൻറ് പ്രവാസികൾക്ക് വലിയൊരു സംരംഭം, അതായത് പ്രവാസികളെ ഫാമിലിയും ഇൻഷൂറും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു സംഗതികൾ കൊണ്ടുവന്നത്? ഇതുപോലെ കാരണം 5 ദിവസം മുമ്പേ കൊടുത്തതാണ് 2,20,000 റുപ്യ നമ്മുടെ സർക്കാരിൻ്റെ ഫണ്ട്, അതായത് ഈ പ്രവാസികളുടെ ക്ഷേമ ആരോഗ്യ ഇൻഷുറൻസ്. അതിന്റെ ബസ്സിൽ അംഗമാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് പല വിമർശനങ്ങളും ഇവിടെ ഉണ്ടായത്. ഈ സംഗതി ഇപ്പോൾ ഇത് കണ്ടുനോക്കുമ്പോൾ ഇവിടുത്തെ വിമർശനങ്ങൾ, കേരള ഗവൺമെന്റിന്റെ വിമർശനങ്ങൾ ഇവിടെ കണ്ടുനോക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ സംഗതി ഏത് സംസ്ഥാനത്താണ് അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അതിന് നമുക്ക് മറുപടി പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെയുള്ള ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ച കേരളത്തിന്റെ ഇവിടെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും കണ്ടു. അപ്പൊ ഇത് ഇവിടെ സൂചിപ്പിക്കാതെ പോകാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഇത് ഇവിടെ സൂചിപ്പിച്ചത്.